ഓക്കെ 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 ഈ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, ഒരു ഹാഫ് തക്കാളി, കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും ഉപ്പും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും ഒക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സ് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം പുഴുങ്ങിയെടുക്കാം. ഒരു 20 മിനിറ്റ്സ് ഇത് കുക്കറിൽ കിടന്ന് വെന്തോട്ടെ. അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നല്ലോണം മുരിയിച്ചെടുക്കാം. അതിനുശേഷം വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് ചെറിയുള്ളി, 1 കപ്പ് സവോള, ഒരു ഹാഫ് തക്കാളി, 1 പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കുക്കറിൽ ബാക്കിയുണ്ടായിരുന്ന ഓയിലും പിന്നെ ചിക്കൻ്റെ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളമൊക്കെ വറ്റി ഓയിലും ഗ്രേവി മാത്രം ബാക്കിയാവുമ്പോൾ സാധനം റെഡിയായി.